ഹായ് ഫ്രണ്ട്സ്, വിൻഡോജുവിലേക്ക് സ്വാഗതം. ഞാൻ രഘുനന്ദൻ നമ്പി. ഇപ്പോൾ മത്സര പരീക്ഷകളിൽ ചോദിക്കുന്ന മാത്സ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഒരു ചോദ്യം ഇതാണ്: 12 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം. 12 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഏതാണ്? ആദ്യം നമുക്കൊന്ന് ചോദ്യം ചെയ്തു നോക്കാം, അതിനുശേഷം അതിൻ്റെ കൺസെപ്റ്റ് ഒന്ന് വിശദമാക്കാം. ചോദ്യം: 12 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ കണ്ടെത്തുക. ഏറ്റവും വലിയ നാലക്ക സംഖ്യ കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. 4 9 ഇട്ടാൽ മതി. 4 9 ഇട്ടാൽ ഏറ്റവും വലിയ നാലക്ക സംഖ്യയായി. ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യ കാണാൻ 5 9 ഇട്ടാൽ മതി. ഓക്കെ, അപ്പം ഇവിടെ 9999 ഏറ്റവും വലിയ നാലക്ക സംഖ്യ. എന്നിട്ട് അതിനെ 12 കൊണ്ട് ഹരിച്ചു വെക്കുക. അതിനെ 12 കൊണ്ട് ഹരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം 99, 9 12 പോവില്ല. 99 8 12 96. ബാലൻസ് എത്രയാണ്? 3. അടുത്ത 9 ഇറക്കിട്ടു. വീണ്ടും 8 12 96. ബാലൻസ് വീണ്ടും ഇവിടെ 36 ഉള്ളൂ. ഇവിടെ 3 12 36. 3 12 36 മതി കേട്ടോ, ഇത്രയല്ലേ പോവുള്ളൂ. ബാലൻസ് 3. അടുത്ത വീണ്ടും 9 ഇറക്കിട്ടു. വീണ്ടും 3 12 36. ഇനി ഇവിടെ നമുക്ക് വന്നു ഏറ്റവും ശിഷ്ടം വന്നു. നമുക്ക് ശിഷ്ടം എന്ന് പറഞ്ഞാൽ 3 ആണ്. ഈ റിമൈൻഡർ ആണ് 3. അപ്പം എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? 9999 12 833 തവണ പോവും. പക്ഷെ കൂടാതെ ഒരു 3 കൂടി അവിടെ ഉണ്ട്. ആ 3 ഒഴിവാക്കിയാൽ, ആ 3 9999 നിന്ന് ഒഴിവാക്കിയാൽ നമുക്ക് എന്താ കിട്ടുക? 9996. അപ്പൊ ഈ ശിഷ്ടം കണ്ടിട്ട് അത് കുറച്ചാൽ മതി. ക്ലിയർ? ഇനി ചോദിച്ചിട്ടുള്ളത് മറ്റൊന്നാണെങ്കിലോ, അഞ്ചക്കമുള്ള ഏറ്റവും ചെറിയ 12ന്റെ ഗുണിതമാണ് ചോദിച്ചതെങ്കിലോ? അഞ്ചക്കമുള്ള ഏറ്റവും ചെറിയ 12ന്റെ ഗുണിതം അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? അങ്ങനെ ചോദിച്ചു, അല്ലെങ്കിൽ 4 അക്കമുള്ള ഏറ്റവും ചെറിയ 12ന്റെ ഗുണിതം ചോദിച്ചാൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2 തരത്തിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഈ 9996 12 കൂട്ടിയാൽ 6 2 8, 9 3 10, 9 3 10, 9 3 10, 10008. ഇത് എന്താണ്? ഏറ്റവും വലിയ ഏറ്റവും ചെറിയ 12 കൊണ്ട് ഹരിക്കാൻ പറ്റാവുന്ന അഞ്ചക്കമുള്ള സംഖ്യ കിട്ടും. ഓക്കെ, അപ്പോൾ ഏറ്റവും വലുത് ചോദിച്ചാൽ ഒരു 4 9 ഇടുക. എന്നിട്ട് അതിൽ നിന്ന് അതിനെ ഹരിക്കുക, ശിഷ്ടം കാണുക, അത് കുറയ്ക്കുക. അഞ്ചക്കാണ് ചോദിച്ചു വെച്ചാൽ ഏറ്റവും വലിയ നാലക്ക സംഖ്യ കാണുക, ഇതുപോലെ കുറച്ച് 9996 എന്നുള്ളതിലെത്തും. എന്നിട്ട് അതിനോട് 12 കൂട്ടിയാൽ അത് കിട്ടും. മറ്റെല്ലാ സംഖ്യകൾക്കും ഈ രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പം ഏറ്റവും വലിയ നാലക്ക സംഖ്യ, ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഒക്കെ കാണാൻ ഏറ്റവും വലുതിന് എത്ര അക്കാണോ അത്രയും 9 ഇടുക. ഏറ്റവും ചെറുതിന്, ഏറ്റവും ചെറിയ 6 അക്ക സംഖ്യ ചോദിച്ചാൽ ഒരു 1 ഇടുക. അപ്പം 6 അക്കത്തിൽ ഒരു 1 പോയി, ബാക്കി ഞാൻ 5 ആണുള്ളത്, അത്രയും പൂച്ചൂടുക. അതല്ലെങ്കിൽ ഏറ്റവും വലിയ നാലക്ക സംഖ്യയോട് 1 കൂട്ടുക. അപ്പം കിട്ടുന്നതായിരിക്കും ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ. ഇത് നന്നായിട്ട് അറിഞ്ഞിരിക്കണേ. ഈ ഒരു മെത്തേഡ് നന്നായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്തത് 1നും 9നും ഇടയിൽ എത്ര അഭാജ്യ സംഖ്യകളുണ്ട് എന്നുള്ളതാണ്. അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സ്. എന്താണ് പ്രൈം നമ്പേഴ്സ്? സംഖ്യകൾക്ക് ഘടകമുണ്ട് എന്ന് നമുക്കറിയാം അല്ലേ? എന്താ ഘടകം? ആ ഗുണന പട്ടികയിൽ ഇപ്പോൾ 8 ഏതൊക്കെ ഗുണന പട്ടികയിലുണ്ട്? 2ന്റെ ഗുണന പട്ടികയിലുണ്ട് അല്ലേ? 2 × 4 = 8 ആണെങ്കിൽ 4 × 2 = 8 ആയിരിക്കും. അതുകൂടാതെ 1 8 ആണ്. ഇത്രയും 8 വരുന്ന ഗുണന പട്ടികകളുള്ളൂ. അപ്പോൾ അത് ഏതൊക്കെ ഘടകം? ഇതൊക്കെ തന്നെയാണ് ഘടകം. 2 ഉണ്ട്, 4 ഉണ്ട്, 1 ഉണ്ട്, 8 ഉണ്ട്. ഓക്കെ,
അപ്പോൾ 8 പ്രൈം നമ്പർ ആണോ നോക്കാൻ 8ന് 2 ഘടകം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. 8ന് ഇവിടെ നോക്കുമ്പോൾ 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 8 ഉണ്ട്. 8ന് 2 ഘടകങ്ങൾ ഉണ്ടെങ്കിലാണ് അതിനെ പ്രൈം നമ്പർ എന്ന് വിളിക്കുക. അപ്പം 8 പ്രൈം നമ്പർ അല്ല. കാരണം എന്താ? 8ന് 4 ഘടകമുണ്ട്. എന്നാൽ 5 എടുക്കുക. 5 എടുത്താൽ 1 × 5 എന്നല്ലേ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ 1ഉം 5ഉം മാത്രമാണ് അതിൻ്റെ ഘടകം. 2 ഘടകം മാത്രമേ ഉള്ളൂ. അത് പ്രൈം നമ്പറാണ്. അപ്പം 2 ഘടകം ഉണ്ടെങ്കിൽ അത് പ്രൈം നമ്പറാണ്. 2ൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് കോമ്പസിറ്റ് നമ്പറാണ്. 2 ഘടകം മാത്രമേ ഉള്ളൂ വെച്ചാൽ അത് അഭാജ്യ സംഖ്യയാണ്. 2ൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് എന്താണ്? ഭാജ്യസംഖ്യയാണ്. അത് നന്നായിട്ട് ഓർത്തിരിക്കണേ. അങ്ങനെ വരുമ്പോൾ ഏതൊരു സംഖ്യയ്ക്കും ഒന്നൊഴികെ ഏതൊരു സംഖ്യയ്ക്കും 2 ഘടകം ഉണ്ടായിരിക്കും. ഒന്നൊഴികേട്ടാ ഏതൊരു സംഖ്യയ്ക്കും മിനിമം 2 ഘടകം ഉണ്ടായിരിക്കും. 2ൽ കൂടുതലായാൽ അത് കോമ്പസിറ്റ് നമ്പറാണ്. മിനിമം ഉണ്ടായിരിക്കും. ഏതൊക്കെയാ? ഏതൊരു സംഖ്യയുടെയും ഘടകമാണ് എന്തെന്ന് പറയുന്നത്? 1 എന്ന് പറയുന്നത്. ഇപ്പം 8 എടുത്തോളൂ. അതിൻ്റെ ഒരു ഘടകമാണ് 1 8. ആ സംഖ്യയും 1ഉം അതിൻ്റെ ഘടകമായിരിക്കും. ഏതൊരു സംഖ്യയുടെയും ഘടകമായിരിക്കും ആ സംഖ്യയും 1. ഇതിൽ കൂടുതൽ ഉണ്ടെങ്കിലാണ് അത് ഭാജ്യസംഖ്യയായി മാറുന്നത്. ഇത് മാത്രമേ ഉള്ളൂ വെച്ചാലാണ് അത് അഭാജ്യസംഖ്യയായിട്ട് മാറുന്നത്. അപ്പം ഭാജ്യസംഖ്യയും അഭാജ്യസംഖ്യയും തമ്മിൽ എന്താണെന്ന് മനസ്സിലായി. അപ്പം ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ ഏതാണ്? ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ എന്ന് പോയിട്ട് എഴുതല്ലേ, 1 എന്ന് എഴുതരുത്. എന്താ കാരണം? 1നൊറ്റ ഘടകമേ ഉള്ളൂ, 1 1. അപ്പോൾ 1 മാത്രമുള്ളത് കൊണ്ട് ഒരൊറ്റ ഘടകം മാത്രമാണല്ലോ. അതുകൊണ്ട് അത് എന്തു സംഖ്യയുമല്ല, അഭാജ്യസംഖ്യയുമല്ല. അപ്പൊ ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ, 1. ഓക്കെ. അപ്പൊ ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ ഏതായിരിക്കും? 2. 2ന് 1 2 2 എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2ന് വേറെ ഘടകങ്ങളില്ല. അപ്പൊ ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ ചോദിച്ചാൽ 2ആണ്. മറ്റിരട്ട സംഖ്യകളുടെ സ്ഥിതി എടുത്താൽ അതൊന്നും അഭാജ്യസംഖ്യയല്ല. 4 1ഉം 4ഉം ഉണ്ടാവും, കൂടാതെ 2 ഉണ്ടാവില്ലേ? ഇരട്ട സംഖ്യകളുടെ ഒക്കെ ഘടകം 2 ഉണ്ടാവില്ലേ? ഇനി 6 എടുത്താൽ അതിനും 2 ഘടകമുണ്ട്, 1ഉം 6ഉം ഒഴികെ. അപ്പോൾ അഭാജ്യസംഖ്യയായി വരുന്ന ഏക ഇവൻ നമ്പർ, പ്രൈം നമ്പർ ആയിട്ടുള്ള ഏക ഇവൻ നമ്പർ കൂടിയാണ് 2. ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത സംഖ്യയാണ് 1. ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യയാണ് 2. ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത സംഖ്യ 1. ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ 2. അഭാജ്യസംഖ്യയായ ഏക ഇവൻ നമ്പർ, പ്രൈം നമ്പർ ആയിട്ടുള്ള ഏക ഇരട്ട സംഖ്യ, അതും 2. ഇനി 3 എടുത്താൽ അത് 1ഉം 3ഉമാണ്. അപ്പൊ ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യയായ ഒറ്റ സംഖ്യ 3ആണ്. അങ്ങനെ എടുത്താൽ 4 നമുക്കറിയാം, 4 ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യകളൊക്കെ ഒഴിവായിക്കോളൂ. ഇതിന് 2ഉം കൂടി ഘടകമുള്ളതുകൊണ്ട് 2 ഒഴികെ ബാക്കിയുള്ളതൊക്കെ അതൊന്ന് ഒഴിവാകും. അപ്പൊ നമുക്കിവിടെ 50ന് താഴെയുള്ള അഭാജ്യ സംഖ്യകൾ നോക്കുമ്പോൾ 50ന് താഴെയുള്ള അഭാജ്യ സംഖ്യകൾ നോക്കുമ്പോൾ നമുക്ക് ഇരട്ട സംഖ്യകൾ എടുക്കണ്ട അല്ലേ? സിമ്പിളായിട്ട് നമുക്ക് പോവാം. എന്തെടുക്കണ്ട? ഇരട്ട സംഖ്യകൾ എടുക്കണ്ട. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏതൊക്കെ കിട്ടും? ഒറ്റ സംഖ്യകൾ മാത്രം പരിഗണിച്ചാൽ മതി. 2 ഒഴികെ, 2 തുടങ്ങണം. ഇനി അങ്ങോട്ട് ഒറ്റ സംഖ്യകൾ മാത്രം. 3 ഉണ്ട്, 5 ഉണ്ട്. 50ന് താഴെയുള്ള 1നും 50നും ഇടയിലുള്ളതാണ്. ഇപ്പോൾ 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. അത് കഴിഞ്ഞാൽ 7 ഉണ്ട്. കാരണം 7 1 7 7 ഉള്ളൂ. പക്ഷെ 9 വരില്ല. എന്താ കാരണം? 9ന് 3 ഘടകമാണ്. ഇനി 3ന്റെ ഘടകങ്ങൾ നമ്മൾ വരുന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഇനി അത് കഴിഞ്ഞാൽ 11ആണ് വരിക. അത് കഴിഞ്ഞാൽ 13 വരിക. ഇനി 15ഓ? അവസാനം 5 വരുന്ന സംഖ്യകളിൽ 5 ഒഴികെ ബാക്കി എല്ലാതും കോമ്പസിറ്റ് നമ്പറാണ്. 15 ആണെങ്കിലും 25 ആണെങ്കിലും 35 ആണെങ്കിലും അതിന് ഘടകം 5 വരും. അപ്പം 5 മാത്രമാണ് 5 അവസാനം വരുന്ന സംഖ്യകളിൽ എന്ത് വരുന്നത്? പ്രൈം നമ്പർ വരുന്നത്. അപ്പം 15 എടുക്കണ്ട. പിന്നെടുത്താൽ 17 ആണ്. പിന്നെടുത്താൽ 19 ആണ്. പിന്നെ എടുത്താൽ 21, 3ന്റെ ഗുണിതമാണ്, എടുക്കാൻ പറ്റില്ല. പിന്നെ എടുക്കാൻ പറ്റണത് 23 ആണ്. പിന്നെ ഏതാണ്? 25 എടുക്കാൻ പറ്റില്ല, 5ന്റെ ഗുണിതമാണ്. 27 എടുക്കാൻ പറ്റില്ല, 9 3 27 ആണ്. 3 പോവോ എന്നറിയാൻ, 27ൽ 3 പോകുമോ എന്നറിയാൻ 2ഉം 7ഉം കൂടിയും കൂട്ടിയാൽ 9, 3ന്റെ ഗുണിതമാണ്. 27 പോവില്ല. 29 അത് വരും. 31 വരും. 33 വരില്ല, 11ന്റെ ഗുണിതമാണ്. 33 44 55 ഒന്നും വരില്ല, അത് 11ന്റെ ഗുണിതമാണ്. 35 നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ 5ന്റെ ഗുണിതമാണ്.
പിന്നെ ആരാ വരുന്നത്? 37 വരും. 39 വരില്ല, അത് 13ന്റെ ഗുണിതമാണ്. പിന്നെ ഏതാ വരുന്നത്? 41 വരും, 43 വരും, 45 വരില്ല. പിന്നെ ആരാ വരിക? 47 വരും. പിന്നെ 49 വരില്ല. 7 49 ആണ്. അപ്പോൾ ഇവിടെ എന്താണ് വരിക? ഇവിടെ ഏതൊക്കെ വരിക? 2 3 5 7 19 23 29 31 41 43 47 ഇത്രയും അഭാജ്യ സംഖ്യകളാണ് 50-നും 1-നും ഇടയിൽ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 അഭാജ്യ സംഖ്യകൾ വരും. എത്ര അഭാജ്യ സംഖ്യകൾ വരും? 15 അഭാജ്യ സംഖ്യകൾ വരും 1-നും 50-നും ഇടയിൽ. വ്യത്യസ്ത അക്കങ്ങളോട് കൂടിയ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയിൽ നിന്ന് ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ കുറച്ചാൽ എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പൊ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ കാണാൻ, ഏറ്റവും വലിയ 4 അക്ക സംഖ്യ കാണാൻ 4 9 നേരത്തെ തന്നെ എഴുതുക. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ കാണാൻ 1 എഴുതുക, എന്നിട്ട് എത്ര 0 എഴുതുക? 3 0 എഴുതുക. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ കിട്ടി. വ്യത്യസ്ത അക്കങ്ങളാണോ ഇതിൽ? അല്ല, 0 ആവർത്തിച്ചു വരുന്നുണ്ട്. ഒരു സംഖ്യയും ആവർത്തിച്ചു വരാത്തത്. അപ്പൊ നമുക്ക് 0 1 2 3 ഈ 4 അക്കങ്ങൾ ആവർത്തിക്കാത്ത ഏറ്റവും ചെറിയ അക്ക സംഖ്യ ഏതുണ്ടാക്കാൻ നോക്കിയാൽ മതി. അപ്പൊ 0 ഒരു സംഖ്യ തുടങ്ങാത്തതുകൊണ്ട് ആദ്യം 1 എടുക്കാം, പിന്നെ അത് കഴിഞ്ഞ് 0 എടുക്കാം, പിന്നെ അതിലെ ചെറുത് 2, അത് കഴിഞ്ഞുള്ള ചെറുത്. അപ്പൊ 1023 നിന്നും 1000 കുറച്ചാൽ മതി. എത്ര കിട്ടും? 23 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അത് റെഡി ആയണല്ലോ. യെസ്. അടുത്ത ചോദ്യം, ഒരു വരിയിൽ രഘു മുന്നിൽ നിന്ന് 13-മനാണ് കേട്ടോ, പിന്നിൽ നിന്ന് 6-മനുമാണ്. എങ്കിൽ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ഒരു വരിയിൽ രഘു മുന്നിൽ നിന്ന് 13-ആണ്, പിന്നിൽ നിന്ന് 6-മനാണ്. അപ്പൊ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? അത് കാണാൻ നോക്കുമ്പോൾ രഘുവിന്റെ സ്ഥാനം ഒരു വരി ഇങ്ങനെയാണ്. അതിൽ ഇതാണ് രഘു. രഘു വരിയിൽ നിന്ന് മുന്നിൽ നിന്ന് 13-മനാണ്, 13-മത്തെ സ്ഥാനത്താണ് രഘു. അപ്പൊ ഇവിടെ 12 പേരുണ്ട്. പിന്നിൽ നിന്ന് 6-മനാണ്. അപ്പോൾ രഘു ഇവിടെ പിന്നിൽ നിന്ന് നോക്കുമ്പോൾ 6-മനാണ്. ഇപ്പോൾ ഇവിടെ 5 പേരുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ 12ഉം 5ഉം 17ഉം കൂടാതെ രഘുവിനെയും കൂട്ടിയാൽ 18. ഇങ്ങനെ ഒന്നും കാണണ്ട, ഈ 13ഉം 6ഉം കൂടി കൂട്ടുക, എന്നിട്ട് അതിൽ നിന്ന് കുറയ്ക്കുക. എന്തിനാ 1 കുറയ്ക്കണത്? ഈ 13-ലും രഘുണ്ട്, 6-ലും രഘുണ്ട്. രഘു 2 പ്രാവശ്യം നിൽക്കണ്ടല്ലോ. അപ്പൊ 13ഉം 6ഉം 19ഉം 1ഉം 18 ആയിരിക്കും ഇതിന്റെ ഉത്തരം. ഒരു ക്യൂവിൽ നിന്ന് 15-മത്തെ ആളാണ് മായ, 15-മത്തെ ആൾ പിന്നിൽ നിന്ന് 8-മത്തെ ആളുമാണ്. ഞാൻ അവിടെ ഉത്തരം തന്നിട്ടുണ്ട്. എങ്കിൽ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്? എന്ത് ചെയ്തു? 15ഉം 8ഉം കൂടി കൂട്ടി 23, 23 1 കുറച്ചാൽ 22. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യണം. ഓക്കെ, എന്നിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലാസ്സുകൾ ഗുണകരമാകുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. വീണ്ടും നമുക്ക് അടുത്ത മാത്സ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു ആൾ. അപ്പോൾ ഇതൊക്കെ മാത്സ് എന്ന് പറയുന്നത് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ ഉള്ളൊരു പങ്ക്തിയാണിത്. വിവിധ കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്ക് വരുന്ന ചോദ്യങ്ങളാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. ഓക്കെ, താങ്ക് യു ആൾ.